ഉറപ്പായിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ നിന്ന് മാറിയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. ഈ ക്യാരക്ടർ എങ്ങനെയാണോ അതുപോലെ പണ്ട് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഷാന എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ജമ്പിങ് ഉണ്ടല്ലോ, ആ ജമ്പിങ് വളരെ സ്ലോലി ജമ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഒബ്വിയസ്ലി ഉണ്ട്, എന്റെ ഫാമിലിയിലുണ്ട്, എന്റെ വീടിനടുത്തുള്ളവരിലുണ്ട്. അത് മോശം മാറ്റമൊന്നുമല്ലല്ലോ. നല്ല കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെയ്യാം. ഈ സാധനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ഇത് പറയാൻ പറ്റില്ലോ. ഞാൻ അതിന്റെ റൈറ്റിങ്ങിനും ഡയറക്ഷനും ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് പറഞ്ഞേ. ഓരോ ആൾക്കാർക്ക് ഓരോ ചോയ്സ് ഉണ്ട്, എങ്ങനെയാണ് ഒരു ആശയം കൺവേ ചെയ്യേണ്ടത്. ഇത് ഇത്രയും റിലേറ്റബിൾ ആയതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും അത് ശരിയാണല്ലോ, അല്ലെങ്കിൽ ഫാത്തിമയുടെ ഭാഗത്ത് എന്തോ ഒരു ശരിയുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നാമായിരിക്കാം, അല്ലേ? അങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും ഓരോ അവര് വളർന്നു വരുന്ന സർക്കംസ്റ്റൻസസ് അനുസരിച്ചാണ്. ഇപ്പൊ അഷ്റഫ് ആണെങ്കിലും ഫാത്തിമയാണെങ്കിലും ഫാത്തിമയുടെ പിള്ളേരാണെങ്കിലും എല്ലാവരുടെയും വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ റൈറ്റിംഗ് അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കാര്യങ്ങളിലൂടെ പറയുന്നത് കൊണ്ട്. സോ ഹാപ്പി, സച്ച് എ വണ്ടർഫുൾ സിനിമ. വെച്ചാൽ എല്ലാവരിലും കാണണം, എല്ലാവരും കാണേണ്ട ഒരു സിനിമ പോലെ തോന്നുന്നു. താങ്ക് യു. ഏറെക്കുറെ കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കാണിച്ചതിലൊക്കെ. തൊട്ടധികത്തിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേടി എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കാറുണ്ട്. ഞാനൊക്കെ നല്ലപോലെ കൈയടിച്ചായിരുന്നു. വീട്ടിൽ ചെന്ന് പറയുമ്പോ ചിലപ്പോ അടി കിട്ടുമായിരിക്കും. ഇത്ര നാൾ നമ്മൾ പലർക്കും ഫെമിനിസം കേട്ടിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഫെമിനിസം എന്ന് ആ സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇല്ല ഇതാണ് ഫെമിനിസം അല്ലെ? നമ്മൾ ഇതാണോന്ന് ചിന്തിച്ചാണ് ഇതിനെയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചായിരുന്നു. ഇപ്പം ചേച്ചി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഫെമിനിസ്റ്റ് ആയി മാറുമോ? അങ്ങനെ ഇതിനെയാണ് ആ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഓർത്ത്. ചേച്ചിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ ചേച്ചി ഒന്ന് പറയുമോ? സത്യം പറഞ്ഞപ്പോ അങ്ങനെ പറയാറില്ല. എന്താ ചെയ്തു കൊടുക്കും, പറയുമ്പോ ചെയ്തു കൊടുക്കും. നമ്മള് അത് ചെയ്യണമല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഇതെല്ലാ സ്ത്രീകളും കണ്ടിരിക്കേണ്ടത് പടമുണ്ട്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്രയും പ്രതീക്ഷയില്ല, ഒരു ബെഡ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ബെഡില് ഇത്രയും കഥ ഉണ്ടാക്കി കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മ കണ്ടു മടുത്ത കാര്യങ്ങളല്ലല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ശരിക്കും റിലേറ്റഡ് ആണ്. അതെ, എന്റെ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സ് അവരൊക്കെ പറയുന്ന കഥകളായിട്ട് നമുക്ക് കുറെ റിലേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ഞങ്ങൾ കുറെ കാണാറുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവരുടെ ഇടയിലൊക്കെ ഇതുപോലെ ഉണ്ട്. അല്ല, ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് പലർക്കും പല രീതിയിൽ നമുക്ക് കാണാം, അല്ലെ? ഞാൻ കാണുന്ന ഫെമിനിസ്റ്റ് ആയിരിക്കില്ല വേറൊരാള്, ഞാൻ കാണുന്ന നല്ലതായിരിക്കില്ല അയാൾക്ക് നല്ലതായിട്ട് തോന്നൂല. അപ്പം പലർക്കും പല രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. ഇതും ഫെമിനിസ്റ്റ് ആണെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. എല്ലാം നല്ല രീതിയിൽ കാണുക, അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത് നല്ലൊരു രീതിയിൽ അവതരിപ്പിച്ച്, അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. ആണ് മാറ്റങ്ങൾ വേണ്ടേ? എപ്പോഴും ഒരുപോലെ തന്നെ മതിയോ? വേണം, എല്ലാവരും കാണണം. നല്ല സിനിമയാണ്.